നമുക്കെല്ലാവർക്കും സ്കൂൾ ഇഷ്ടമാണ്. ഒരു വട്ടം കൂടി സ്കൂളിലേക്ക് കടന്നു ചെല്ലാനും സ്കൂളിൻ്റെ നല്ല ഓർമ്മകളിലേക്കും അതിൻ്റെ നൊസ്റ്റാൾജിയിലേക്കുമൊക്കെ തിരികെ പോകാനും ഒത്തിരി ഇഷ്ടമുള്ളവരാണ് നമ്മളെല്ലാവരും. കാരണം സ്കൂളാണ് നല്ല അനുഭവങ്ങളും ഓർമ്മകളും നമുക്ക് നൽകിയിരിക്കുന്നത്. സ്കൂളിലാണ് വിജയങ്ങളുടെ ആരംഭവും പരാജയങ്ങളുടെ കയ്പുമൊക്കെ നാം നുകർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് സ്കൂള്. ഇന്ന് ബുക്ക് ഷെൽഫിൽ വിദ്യാഭ്യാസ ചിന്തകൾ എന്നുള്ള ഒരു പുസ്തകമാണ് നാം പരിചയപ്പെടുന്നത്. ഡോക്ടർ അസീസ് തരുവിണയാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 16 എഴുത്തുകാരുടെ അല്ലെങ്കിൽ വിശ്വപ്രസിദ്ധ ചിന്തകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള മൗലികമായ ആലോചനകളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകം. ഒലീവ് പബ്ലിക്കേഷൻസാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. ഏതൊരു കുട്ടിയുടെയും ജീവിതത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്ന ഇടമാണല്ലോ സ്കൂള്. അവൻ്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ, അവൻ്റെ ചിന്തകൾക്കൊപ്പം തന്നെ, അവൻ്റെ അനുഭവങ്ങൾക്കും അറിവുകൾക്കുമൊപ്പം തന്നെ അവനിൽ ജ്ഞാനം വളരുന്നുണ്ട്. അല്ലെങ്കിൽ സാമൂഹിക ചുറ്റുപാടുകളോടനുബന്ധിച്ച് തന്നെ അവൻ വിദ്യാഭ്യാസത്തിൽ ഏർപ്പെടുകയാണ്. ഇതിൽ സ്കൂള് എന്ത് പങ്കാണ് വഹിക്കുന്നത്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം എന്താണ് അവനെ വളർത്തിയെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നത്? ഇങ്ങനെ കാതലായ ചില അനുഭവങ്ങളിലൂടെയും കുറിപ്പുകളിലൂടെയുമാണ് ഈ പുസ്തകം കടന്നു പോകുന്നത്. വിദ്യാഭ്യാസത്തെ തങ്ങളുടെ വർഗതാൽപര്യവും പ്രത്യയശാസ്ത്രവും അടിച്ചേൽപ്പിക്കാനുള്ള ഉപാധിയായിട്ടാണ് എക്കാലത്തും അതീശവർഗം കണ്ടിട്ടുള്ളത്. ഇന്ന് വിദ്യാഭ്യാസ നയങ്ങൾ, വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകൾ നമ്മെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വർഗതാൽപര്യം അടിച്ചേൽപ്പിക്കാനുള്ള, പ്രത്യയശാസ്ത്രങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു നൂതന സമ്പ്രദായമായി വിദ്യാഭ്യാസം മാറിയോ എന്ന് ചിന്തിച്ചു നോക്കേണ്ട കാലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. വളരെ മനോഹരമായി പുസ്തകത്തിൻ്റെ തുടക്കം പ്ലേറ്റോയിൽ നിന്ന് ആരംഭിച്ച് സിവിക് ചന്ദ്രൻ വരെയുള്ള എഴുത്തുകാരെയാണ് ഇവിടെ ഈ പുസ്തകം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുറിപ്പുകളും ഓരോ പ്രഗത്ഭരുടെ കുറിപ്പുകളും വളരെ മനോഹരമായ വിദ്യാഭ്യാസ ചിന്തകളാൽ സമൃദ്ധമാണ്. പ്ലേറ്റോയുടെ റിപ്പബ്ലിക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്ലേറ്റോയുടെ ഏറ്റവും വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് റിപ്പബ്ലിക്ക്. അതിലെ ചില വിദ്യാഭ്യാസ ചിന്തകളാണ് അല്ലെങ്കിൽ സങ്കല്പങ്ങളാണ് പ്ലേറ്റോ ആദ്യത്തെ അധ്യായത്തിലൂടെ, പ്ലേറ്റോയുടെ ചിന്തയിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് കഥാസമാഹാരങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പ്ലേറ്റോയുടെ ഏറ്റവും വലിയ ചിന്ത. കഥകളിലൂടെയാണ് കുട്ടികളിലേക്ക് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിൻ്റെ വിത്തുകൾ കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ കഥാസമാഹാരങ്ങൾ അല്ലെങ്കിൽ കഥകൾ പറഞ്ഞു കൊടുത്ത് കുട്ടികളെ വളർത്തുക. പണ്ടുകാലത്തൊക്കെ ഒത്തിരി കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നിരുന്നത്. പക്ഷേ ഇന്ന് കഥകളുടെ ഒരു ഘടന അല്ലെങ്കിൽ കഥകളുടെ ഒരു ആവിഷ്കാരം എന്തുമാത്രം കുട്ടികളിലേക്ക് വരുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്ലേറ്റോയുടെ ആ ഒരു ആവിഷ്കാരം, കഥകളെ കുട്ടികളിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള ആവിഷ്കാരം, അത് വളരെ മനോഹരമായി അദ്ദേഹം ചർച്ച ചെയ്യുകയാണ് ഇവിടെ. ഒരു കഥയോ കവിതയോ ഭൂതകാലത്തെയോ വർത്തമാനകാലത്തെയോ സംഭവങ്ങളെയോ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ലഘുവ്യാഖ്യാനമോ പ്രതിനിധീകരണമോ അല്ലെങ്കിൽ രണ്ടും കൂടിയതോ ആയിരിക്കണം അതിൻ്റെ ഉള്ളടക്കം. കവിയുടെ സ്വന്തം വ്യക്തിത്വം അതിൽ മുഴച്ചു കാണരുത്. മറ്റൊരാളാണ് സംസാരിക്കുന്നതും അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തുന്നതെന്നും ഓർമ്മിപ്പിക്കുന്നതാവണം ഓരോ കഥകളും കവിതകളും. വ്യക്തിയുടെ ജീവിതവും അല്ലെങ്കിൽ വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരവും ആയിരിക്കരുത് കവിത അല്ലെങ്കിൽ കഥ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അത് മുഴച്ചു നിൽക്കരുത്, മറിച്ച് സമൂഹത്തിൻ്റെ ഘടനയിൽ കുട്ടികളെ വാർത്തെടുക്കാൻ അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നതിൽ ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള കഥകളും കവിതകളും ആവിഷ്കരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചിന്തകളിലേക്ക് അല്ലെങ്കിൽ വളർച്ചകളിലേക്ക് കുട്ടികൾക്ക് നടന്നു നീങ്ങാൻ പറ്റുന്നത്. പിന്നീട് വരുന്നത് സംഗീതത്തിൻ്റെ പ്രാധാന്യമൊക്കെയാണ്. വിദ്യാഭ്യാസത്തിൽ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ കായിക വിദ്യാഭ്യാസം, എങ്ങനെ ഒരു മനുഷ്യന് ഏറ്റവും വ്യക്തമായ രീതിയിൽ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ആർജിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു മനുഷ്യന് സമഗ്ര വിദ്യാഭ്യാസത്തിലൂടെ മുന്നേറാൻ പറ്റും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ വികസിപ്പിക്കുന്ന പ്രസ്തുത വിദ്യാഭ്യാസ ക്രമങ്ങൾ താൽക്കാലികമായ ഒരു ഫലത്തെയല്ല,
ശാശ്വതമായ ഒന്നിനെയാണ് ഉളവാക്കുന്നത്. ഇത്തരം ഒരു വിദ്യാഭ്യാസ ക്രമമാണ് നമ്മുടെ രാഷ്ട്രത്തിന് ആവശ്യമെന്ന് പ്ലേറ്റോ പണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഒരു വിദ്യാഭ്യാസ ക്രമത്തിലേക്കുള്ള യാത്രയിലാണ് നമ്മളെ ഓരോരുത്തരും. അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ് ശരീരത്തിനെയും മനസ്സിനെയും ഒരുപോലെ വികസിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ക്രമങ്ങൾ ശരീരത്തിനെയും മനസ്സിനെയും ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ളതാണോ എന്ന് പ്ലേറ്റോ നമ്മെ ചിന്തിപ്പിക്കുന്നുണ്ട്. പുസ്തകജ്ഞാനത്തേക്കാൾ അനുഭവജ്ഞാനത്തിനാണ് കുട്ടികൾ പ്രാധാന്യം നൽകേണ്ടത് എന്ന പക്ഷത്താണ്, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടാണ് റൂസോയ്ക്കുള്ളത്. എപ്രകാരമാണ് അനുഭവജ്ഞാനത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്നത്? ഒരുപക്ഷെ ഇന്ന് കൂടുതലും പുസ്തകത്തിനാണ് ഇമ്പോർട്ടൻസ് കൂടി വരുന്നത്, അനുഭവത്തിന് ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നൊരു ചുറ്റുപാടാണ് നമ്മുടെ എല്ലാം ഇടയിൽ. അങ്ങനെ വരുമ്പോൾ റൂസോയുടെ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, അല്ലെങ്കിൽ അനുഭവത്തിലൂടെ ഒരാൾ നേടിയെടുക്കുന്ന വിദ്യാഭ്യാസ നയത്തിന് അല്ലെങ്കിൽ ജ്ഞാനത്തിന് കൂടുതൽ ശക്തമായ ഇടപെടലുകൾ സമൂഹത്തിന് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് എഴുത്തുകാരൻ. പിന്നീട് വരുന്നത് ഒരു ഓസ്ട്രേലിയൻ തത്വചിന്തകനാണ്, ഇവാൻ ഇല്ലിച്ച്. അദ്ദേഹത്തിൻ്റെ സാമൂഹിക വിമർശനങ്ങളും വിദ്യാഭ്യാസവും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ മേഖലകളിലുമുള്ള എഴുത്തുകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളുമെല്ലാം വളരെ ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ചില വിദ്യാഭ്യാസ ചിന്തകൾ ഇപ്രകാരമാണ്. അത് ആധുനിക വിദ്യാഭ്യാസ നയങ്ങളെ പറ്റിയൊക്കെ ഉള്ളതാണ്. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായം പഠനമോ നീതിയോ ഉറപ്പുവരുത്തുന്നില്ല. സാമൂഹിക ബാധ്യതകൾ ഏറ്റെടുക്കും വിധം വ്യക്തിയെ പ്രാപ്തനാക്കുന്നതിലും അത് പരാജയപ്പെട്ടിരിക്കുന്നു. സാർവത്രിക വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുമെന്നൊരു മിഥ്യാബോധം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് അവസര സമത്വമൊന്നും നൽകുന്നില്ലെന്ന് മാത്രമല്ല, അവസരങ്ങളുടെ വിതരണത്തിനുമേൽ ഒരുതരം കുത്തക ഏർപ്പെടുത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് സ്കൂളിലൂടെ മാത്രമേ അറിവ് നേടാൻ കഴിയൂ എന്ന തെറ്റായ ധാരണ ഇന്നെല്ലാവരും വെച്ചു പുലർത്തുന്നുണ്ട്. ചില സവിശേഷ സാഹചര്യങ്ങളിൽ മാത്രം ശരിയാകുന്ന ചില വസ്തുതകൾ മാത്രമാണ് വാസ്തവത്തിൽ സ്കൂളുകൾക്ക് മുഖേന നൽകപ്പെടുന്നത്. സ്കൂളുകളിലൂടെ മാത്രമാണ് വിദ്യാഭ്യാസം എന്നുള്ളൊരു മിഥ്യാധാരണ നമുക്കിടയിലുണ്ട്. പക്ഷേ സ്കൂളിന് പുറത്തേക്ക് വരിക, എന്തുമാത്രം കുട്ടികൾ അല്ലെങ്കിൽ എന്തുമാത്രം വ്യക്തികളാണ് സ്കൂളിന് പുറത്തുനിന്നും ജ്ഞാനം നേടുന്നത്. അത് അനുഭവ തലത്തിലായാലും മറ്റ് എല്ലാ തലങ്ങളിലായാലും ഈ സ്കൂളിന് പുറത്തുള്ളൊരു ചുറ്റുപാടിലും കുട്ടികളും മുതിർന്നവരും വിദ്യാഭ്യാസ സമ്പന്നരായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റൂസോയെ പോലെ തന്നെ ഇല്ലിച്ചും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്കൂളിനെ തിരസ്കരിക്കുകയല്ല, മറിച്ച് സ്കൂളിൻ്റെ ആവശ്യകതയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിന് പുറത്തും നമുക്ക് വിജ്ഞാനം നേടാൻ പറ്റുമെന്ന ഓർമ്മിപ്പിക്കൽ. വിദ്യാലയങ്ങളിൽ നിന്ന് അറിവുണ്ടാവൂ എന്നല്ല, നാം നേടുന്ന അറിവിൻ്റെ ഭൂരിഭാഗവും സ്കൂളിന് പുറത്തുനിന്നാണ് ലഭിക്കുന്നത്. അറിവുകൾ കൂടുതലും ലഭിക്കുന്നത്, അല്ലെങ്കിൽ അതിലൊരു ഭൂരിഭാഗവും ലഭിക്കുന്നത് സ്കൂളിന് പുറത്താണ്. സംസാരിക്കാനും ചിന്തിക്കാനും സ്നേഹിക്കാനും വികാരം കൊള്ളാനും ഉല്ലസിക്കാനും ശപിക്കാനും അധ്വാനിക്കാനും ഒക്കെ നാം പഠിക്കുന്നത് അധ്യാപകൻ്റെ ഇടപെടൽ ഇല്ലാതെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പഠനത്തിനുള്ള അടിസ്ഥാനപരമായ സ്രോതസ്സ് വസ്തുക്കളാണ്. ചുറ്റുപാടുകളുടെ മേന്മയും അതുമായുള്ള ബന്ധവും എങ്ങനെ പഠിക്കണമെന്നൊരു പൗരനെ ബോധ്യപ്പെടുത്തും. അതിനാൽ പരിസ്ഥിതി, ദൈനംദിന ജീവിതം എന്നിവയുമായി ബന്ധപ്പെടുത്തുന്ന വിദ്യാഭ്യാസമാണ് നമുക്കാവശ്യം. മറ്റൊരാളുടെ നിർബന്ധം കൂടാതെ സ്വയം സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ഓരോ കുട്ടിക്കും ലഭിക്കേണ്ടതാണ്. അതുപോലെ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ബുദ്ധിപരമായ വിലക്കുകളാൽ നിയന്ത്രിക്കപ്പെടുന്നത് ആകരുത് എന്ന് ഇല്ലിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്രോതസ്സ് വസ്തുക്കളാണ്, അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിയാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഇടപെടലുകളാണ്. അങ്ങനെ വരുമ്പോഴാണ് ഒരു വിദ്യാഭ്യാസം ഏറ്റവും ശക്തമായ സ്രോതസ്സായി മാറുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകരിക്കുന്ന നല്ല പൗരന്മാരെ വാർത്തെടുക്കാൻ, നല്ല വ്യക്തിത്വങ്ങളെ സ്കൂളിൽ നിന്നും സമൂഹത്തിൽ നിന്നും വാർത്തെടുക്കാൻ നമുക്ക് പറ്റുന്നത് അപ്പോഴാണ്. അതുകൊണ്ട് ഈ പാരിസ്ഥിതിക വിഷയങ്ങളിലേക്കും ദൈനംദിന ജീവിതത്തിൻ്റെ വ്യഥകളിലേക്കും സന്തോഷത്തിലേക്കുമൊക്കെ ഒരു കുട്ടി ഇറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തി ചുവട് വയ്ക്കുമ്പോഴാണ് ഒരു നല്ല പൗരനായി മാറുന്നത്, ഒരു നല്ല ജ്ഞാനത്തിൻ്റെ ഉടമയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇല്ലിച്ചിൻ്റെ ഈ സാമൂഹിക വിമർശനം അല്ലെങ്കിൽ സാമൂഹിക വീക്ഷണം ഇന്നത്തെ വിദ്യാഭ്യാസ നയങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഒത്തിരി പുറകിലാണ് എന്ന് നമ്മൾ അടിവരയിട്ട് പറയേണ്ടി വരും. പിന്നീട് വരുന്നത് മഹാത്മാഗാന്ധിയുടെ ചിന്തകളാണ്. മഹാത്മാഗാന്ധിയുടെ വിദ്യാഭ്യാസ ചിന്തകളാണ് ഏറ്റവും ഉചിതവും അല്ലെങ്കിൽ ഏറ്റവും ശക്തവുമായി നിൽക്കുന്നത്. ഇന്നത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളൊക്കെ തന്നെ ഗാന്ധിയൻ ചിന്തകളോട്, ഗാന്ധിയൻ തത്വചിന്തകളോടൊക്കെ ചേർത്ത് വായിക്കേണ്ടതാണ് എന്ന് നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നാണ് ഗാന്ധിജി പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ ഗാന്ധിജി വളരെ വ്യക്തമാക്കുന്ന ചില നിലപാടുകളുണ്ട്. അത് അഹിംസയെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും
ഒപ്പം നമ്മുടെ വളർച്ചകളെക്കുറിച്ച്, സാമൂഹിക ചുറ്റുപാടുകളുടെ വളർച്ചകളെക്കുറിച്ചും അദ്ദേഹം രൂപപ്പെടുത്തുകയാണ്. അദ്ദേഹം കുറിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ ഭരണകർത്താക്കളുടെ താല്പര്യങ്ങളെ സേവിക്കുന്നതിന് പാകത്തിൽ സംവിധാനം ചെയ്യപ്പെട്ടതാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം. താൻ ചൂഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ചില പ്രലോഭനങ്ങൾ നൽകാൻ ഏറ്റവും സ്വാർത്ഥിയായ ഒരാൾ കൂടി ബാധ്യസ്ഥനാണല്ലോ. അതുപോലെ നമ്മുടെ ഭരണകർത്താക്കൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നാം പഠിക്കാൻ വേണ്ടി അനേകം പ്രലോഭനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടാൻ, അല്ലെ അവരെ ആകർഷിക്കാൻ, കുട്ടികളെ ആകർഷിക്കാൻ ഇന്നത്തെ കച്ചവട സ്ഥാപനമായി മാറുകയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. മോചനമരുളുന്നതെന്തോ അതാണ് വിദ്യാഭ്യാസം എന്ന ആപ്തവാക്യം പണ്ടെന്ന പോലെ ഇന്നും അർത്ഥവത്താണ്. എന്താണ് മോചനം കിട്ടേണ്ടത്? ജീവിതത്തിലെ ഇരുട്ടുമാറി വെളിച്ചം വരുമ്പോൾ ആ മോചനമാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഗാന്ധിജി പറയുന്നത് അതാണ്. മോചനമരുളുന്നതെന്തോ അത് വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുമെന്നാണ് പറയുക. പിന്നീട് അദ്ദേഹം പറയുന്നത് സാഹിത്യപരമായ അംശത്തേക്കാൾ സാംസ്കാരിക അംശത്തിനാണ് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ പ്രാധാന്യം കാണുന്നത്. ഗാന്ധിജി അത് പറയുകയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്നത് സാംസ്കാരിക അംശങ്ങൾക്കാണ്. ഒരുപക്ഷെ സാഹിത്യത്തിനും നമുക്ക് പ്രാധാന്യമുണ്ട്, മറ്റു പലരും സാഹിത്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പക്ഷേ ഗാന്ധിജി പറയുന്നത് സാംസ്കാരികമായ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വളർച്ചയിൽ സംസ്കാരത്തിനുള്ള പങ്ക്, അത് വളരുമ്പോഴാണ് വിദ്യാഭ്യാസം സത്യത്തിൽ യാഥാർത്ഥ്യമാകുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പ്രാഥമികവും അടിസ്ഥാനപരവുമായി കിട്ടേണ്ടത്. നിങ്ങൾ വിദ്യാലയത്തിൻ്റെ സന്തതികളാണെന്ന് ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കത്തക്ക വിധം നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഏറ്റവും ചെറിയ വിശദാംശങ്ങളിൽ നിങ്ങളുടെ ഇരിപ്പ്, നടപ്പ്, വേഷം മുതലായവയിൽ പോലും ആ സംസ്കാരം പ്രകടമാകണം. ഇന്ന് സാഹിത്യത്തിന് നാം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംസ്കാരം, നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ വളർച്ചയിൽ കുട്ടികളെ നാം എങ്ങനെയാണ് വളർത്തുന്നത്? അത് ഈ വിദ്യാഭ്യാസ ചിന്തകളോടുകൂടി ഏറ്റവും അടിവരയിട്ട് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. സത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും അടിത്തറയിലല്ല പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നിഷ്ഫലമെന്ന് ഗാന്ധിജി പറയുകയാണ്. സത്യത്തിൻ്റെയും പരിശുദ്ധിയുടെയും അടിത്തറ, സത്യവും പരിശുദ്ധിയും ഇന്ന് നഷ്ടമാകുന്ന രണ്ട് വാക്കുകളാണ് എന്ന് നമുക്കറിയാം. ഈ രണ്ട് കാര്യങ്ങളിൽ അടിയുറച്ച് വിദ്യാഭ്യാസം വളരുമ്പോൾ, അല്ലെങ്കിൽ അധ്യാപകർ അതിനായി മക്കളെ ഒരുക്കുമ്പോൾ, സത്യമായും നമ്മുടെ വിദ്യാഭ്യാസത്തിന് നന്മകളുണ്ടാകും, പരിശുദ്ധി ഉണ്ടാകും. നിങ്ങളുടെ ഹൃദയം പരിശുദ്ധമല്ലാത്തപ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുടെ വികാരവേഗങ്ങളെ നിയന്ത്രണാതീതമാക്കാൻ കഴിയാത്തപ്പോൾ ഒരു വിദ്യാസമ്പന്നൻ എന്ന നിങ്ങളുടെ നില അവസാനിക്കുന്നു. ഹൃദയം പരിശുദ്ധമല്ലാത്തപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തപ്പോൾ അവിടെ വിദ്യാഭ്യാസം അവസാനിക്കുകയാണ്. ഇതിനെ നിയന്ത്രിക്കാനാണ് വിദ്യാഭ്യാസം നമ്മൾ പഠിക്കേണ്ടത്. എന്തു മനോഹരമായ ചിന്തയാണ് ഗാന്ധിയുടെ വിദ്യാഭ്യാസ ചിന്തകൾ. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിപ്പിക്കുകയാണ് സ്കൂൾ ചെയ്യേണ്ടത്. ഇന്ന് എന്തുമാത്രം ആ ഒരു ലൈംഗിക വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുമൊക്കെ എന്തുമാത്രമാണ് എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൃദയം പരിശുദ്ധമാക്കാനുള്ള, എല്ലാത്തിനും വേണ്ടി ഓടാൻ, വിജയിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന നമ്മുടെ സ്കൂളുകളിൽ ഹൃദയം പരിശുദ്ധമാകണം. മറ്റുള്ളവരെയും കൂടി ഇടം കണ്ടെത്താൻ, ജീവിതത്തിൽ മറ്റുള്ളവർക്കും കൂടി ഇടം കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ ചിന്തയാണ് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ഏറ്റവും മനോഹരമായ ഗാന്ധിയൻ വിദ്യാഭ്യാസ ചിന്ത മാതൃഭാഷാ പഠനത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. മാതൃഭാഷയെ മറന്നുകൊണ്ടുള്ള മറ്റെല്ലാ പഠനങ്ങളും മറ്റെല്ലാ അറിവുകളും തെറ്റല്ല, അത് നിലനിൽക്കുകയില്ല എന്ന് ഗാന്ധിജി പറയുകയാണ്. നിലനിൽക്കുമെങ്കിൽ പോലും നമ്മുടെ ഭാഷയെ നമ്മൾ മറന്നു പോകുകയാണ്, അല്ലെങ്കിൽ ഭാഷയുടെ ആ ഒരു ശക്തിയെ നമ്മൾ മറന്നിട്ടാണ് മറ്റു പല ഭാഷകളിലേക്ക് നമ്മൾ പോകുന്നത്. മറ്റു പല ഭാഷകളും പഠിക്കണം, ഇംഗ്ലീഷൊക്കെ പഠിക്കണമെന്നാണ് ഗാന്ധിജി പറയുന്നത്. പക്ഷേ മാതൃഭാഷയെ മറന്നുള്ള നമ്മുടെ മറ്റ് വിദ്യാഭ്യാസങ്ങളെല്ലാം തെറ്റാണ് എന്ന് ഗാന്ധിജി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ പല നിർദ്ദേശങ്ങളാണ്, വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള നല്ല നല്ല നിർദ്ദേശങ്ങളിലൂടെ ഗാന്ധിജി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്ന ഒരു എഴുത്തുകാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും കവിതകളുമൊക്കെ നമ്മുടെ മനസ്സുകളിൽ ഇന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ചിന്തകൾ വളരെ മനോഹരമാണ്. എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നിയ ഒരു ചിന്തയാണത്. അത്യാവശ്യമായ വിദ്യാഭ്യാസത്തിന് ശിശുക്കളെ ഒതുക്കി നിർത്തിയാൽ അവരുടെ മനസ്സ് വേണ്ട വിധം വികസിക്കുകയില്ല. അത്യാവശ്യമായ വിദ്യാഭ്യാസം മാത്രം പോരാ ശിശുക്കൾക്ക്, മറിച്ച് അത്യാവശ്യമായ വിദ്യാഭ്യാസത്തോടൊപ്പം സ്വതന്ത്രമായ പഠനവും നടക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തെങ്കിലുമൊക്കെ സ്വന്തമായി ആർജിച്ചെടുക്കാൻ, പഠിച്ചെടുക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ്, +2, ഡിഗ്രി,
ഇങ്ങനെ അത്യാവശ്യമായ വിദ്യാഭ്യാസം നമ്മളൊക്കെ നേടുന്നുണ്ട്, അല്ലെങ്കിൽ അത് നേടാൻ നമ്മൾ പരിശ്രമിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ അതിനുള്ള ഒരുക്കി വിടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി സ്വതന്ത്രമായ വിദ്യാഭ്യാസം, എന്തെങ്കിലുമൊക്കെ സ്വന്തമായി പഠിക്കാൻ, കവിത പഠിക്കാനോ കഥകൾ പഠിക്കാനോ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർത്ത് പഠിച്ചു വയ്ക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റുന്നുണ്ടോ എന്ന് ടാഗോർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ശൈലിയുടെ ഉപാസകരായി മാറാൻ എല്ലാ വ്യക്തികൾക്കും സാധ്യമാകണമെന്നാണ് ടാഗോർ ഓർമ്മിപ്പിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ചിലപ്പം ആത്മീയ ചിന്തയിൽ നിന്നും, അല്ലെങ്കിൽ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്ന സർഗാത്മകമായ എഴുത്തുകളിൽ നിന്നുമൊക്കെ ഉരുത്തിരിഞ്ഞ രീതിയിൽ നിന്നായിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ വ്യക്തികൾക്കും ഈ സർഗാത്മകത ഉണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് വളരാൻ പറ്റുമെന്ന് ടാഗോർ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രചാരണവുമൊക്കെ അദ്ദേഹം ഊന്നൽ നൽകുകയാണ്. നമ്മുടെ സർഗാത്മകതയെ ഏറ്റവും കൂടുതൽ ശക്തമാക്കാൻ ഇന്ന് നാം ചെയ്യേണ്ടത് നമ്മുടെ മാതൃഭാഷയിലേക്ക് കൂടുതൽ ശക്തി അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ടാഗോർ പറയുന്നത്. പിന്നീട് വരുന്ന റസലും ഒക്കെ വിദ്യാഭ്യാസത്തിൻ്റെ ബോധ്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്വാതന്ത്ര്യപരമായിട്ടുള്ള ചിന്തകളെക്കുറിച്ചുമൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം ഒരു രാഷ്ട്രീയ കച്ചവടമാക്കാതെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥിതിക്ക് ഊന്നൽ കൊടുക്കാതെ അതിനെ കൂടുതൽ സ്വതന്ത്രമായ രീതിയിലേക്ക് തിരിച്ചുവിടുവാനെന്ന് റസൽ പറയുമ്പോൾ അത് ദേശീയബോധത്തെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കുറിച്ചു വയ്ക്കുകയാണ്. പലപ്പോഴും ഈ ദേശീയബോധവും നീതിബോധവും ഒക്കെ കിട്ടുന്നത് വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. ഈ നീതിബോധവും ദേശീയബോധവുമൊക്കെ എന്തുമാത്രം ഊന്നൽ നൽകിയാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൊടുക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പല പ്രഗത്ഭരെയും സ്വാധീനിച്ച എഴുത്തുകാരനാണ്, ചിന്തകനാണ് ജിതു കൃഷ്ണമൂർത്തി. അദ്ദേഹത്തിൻ്റെ അറിവും ചിന്തയും, അല്ലെങ്കിൽ ആ ഒരു ലേഖനത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തുന്നതും ആ ഒരു വിദ്യാഭ്യാസ നയങ്ങളാണ്. ജീവിതത്തെ ഏറ്റവും കൂടുതൽ എടുത്തുവയ്ക്കുക, അല്ലെങ്കിൽ ജീവിതത്തെ തുറന്നു കാണിക്കുക എന്നുള്ളൊരു അർത്ഥതലങ്ങളിൽ നിന്നുണ്ട്. നമ്മിലധികം പേരും സ്നേഹിക്കുന്നതിൻ്റെയും സ്നേഹിക്കപ്പെടുന്നതിൻ്റെയും സുരക്ഷിതത്വം ആവശ്യപ്പെടുന്നു. നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ സെക്യൂരിറ്റി തേടുമ്പോൾ അവിടെ സ്നേഹമുണ്ടോ? നാം സ്നേഹിക്കപ്പെടുന്നില്ല, കാരണം എങ്ങനെ സ്നേഹിക്കണമെന്ന് നമുക്കറിഞ്ഞുകൂടാ. സ്നേഹം ചിന്തയുടെ ഉൽപ്പന്നമല്ല, ചിന്ത ഭൂതകാലമാവുന്നു. ചിന്തയ്ക്ക് സ്നേഹം നട്ടുപിടിപ്പിക്കാൻ കഴിയുകയില്ല. സ്നേഹം എന്നത് സദാ സജീവമായ വർത്തമാനകാലമാണ്. ഒരു നല്ല തത്വചിന്തകനാണ് ജിതു കൃഷ്ണമൂർത്തി. സ്നേഹത്തിൻ്റെ പല ഏടുകളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്നതിനെക്കുറിച്ചും സ്നേഹിക്കുന്നതിനെക്കുറിച്ചും ഉള്ള ചില വീക്ഷണങ്ങളാണ് ജിതു കൃഷ്ണമൂർത്തി ഓർമ്മിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ വിദ്യാഭ്യാസം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അവൻ്റെ വിദ്യയുടെ ആരംഭം സ്നേഹത്തിൽ നിന്നാണ് എന്നാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുമ്പോഴും അവനിൽ ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്, അല്ലെങ്കിൽ ജ്ഞാനം തുടങ്ങുകയാണ്. ഭാവി തിരഞ്ഞു പോവുക എന്നത് വർത്തമാനകാലത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള പ്രിയങ്കരമായ ഒരു കളിയാകുന്നു. നമ്മളെല്ലാവരും ഭാവി ജീവിതത്തിൻ്റെ സുരക്ഷിതത്വത്തിലേക്ക്, അല്ലെങ്കിൽ ഭാവി ജീവിതം എപ്രകാരമാണ് എന്നുള്ള ആ ഒരു അങ്കലാപ്പിൽ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ആ സുരക്ഷിതത്വമൊക്കെയാണ് എപ്പോഴും വർത്തമാനകാലങ്ങളെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, വർത്തമാനകാലങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഭാവി തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ ഭാവി തിരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയാൽ നമ്മുടെ വിദ്യാഭ്യാസത്തിനൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ചെറുപ്പം മുതൽ തന്നെ ഒരു താരതമ്യത്തിൻ്റെയൊക്കെ വഴിയെയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. ക്ലാസ്സിൽ ഒന്നാമനാവുന്നതിനെക്കുറിച്ചും മത്സരത്തിൽ വിജയിക്കുന്നതിനെക്കുറിച്ചും ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ഒരു ബുദ്ധിയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു പരസ്പരമുള്ള വലിയവൻ ചെറിയവൻ എന്നുള്ള ആ ഒരു ഏടുകളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിനെ മാറ്റി നിർത്തുമ്പോൾ, സ്നേഹമായി തന്നെ കാണുമ്പോൾ അവൻ പഠിക്കുകയാണെന്നാണ് ജിതു കൃഷ്ണമൂർത്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ നിത്യചൈതന്യയുടെയും ഓർമ്മകളിലൂടെ അദ്ദേഹത്തിൻ്റെ വ്യക്തമായ വിദ്യാഭ്യാസ ചിന്തകൾ ഈ പുസ്തകം നൽകുന്നുണ്ട്. പ്രൊഫസർ MN വിജയൻ അദ്ദേഹം നൽകുന്ന വ്യത്യസ്തമായ ഒരു ശൈലിയുണ്ട്. അത് ഭാവി നിർമ്മാണത്തിൽ, അല്ലെങ്കിൽ ഭാവി നിർമ്മിക്കാനുള്ള യഥാസ്ഥിതികമായ പരിശീലനമാണ് നമ്മുടെ സാമാന്യമായ വിദ്യാഭ്യാസം. അതെ, അത് സത്യമാണ്. പലപ്പോഴും ഭാവി ഏറ്റവും കെട്ടുറപ്പുള്ളതാക്കാൻ, ഭാവിക്ക് ഒരു കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം സൃഷ്ടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഭാവി ഏറ്റവും മനോഹരമാക്കുക. ഗുരുപിതാവിൻ്റെയും വിദ്യാലയം കുടുംബത്തിൻ്റെയും തുടർച്ച കൂടിയാകണമെന്ന് അദ്ദേഹം ഓർപ്പിക്കുകയാണ്. ഗുരു പിതാവിൻ്റെയും വിദ്യാലയം കുടുംബത്തിൻ്റെയും. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, പലപ്പോഴും സ്കൂളിലേക്ക് വരാൻ ബുദ്ധിമുട്ടും വീട്ടിലേക്ക് പോകാൻ എല്ലാവർക്കും സന്തോഷവുമാണ്. പല കുരുന്നുകളും അങ്ങനെയാണ്. വീട്ടിലേക്ക് പോകാനാണ് എളുപ്പം. സ്കൂളിലേക്ക് അവർ വിറങ്ങലിച്ചും കരഞ്ഞുകൊണ്ടുമൊക്കെ സ്കൂളിലേക്ക് പോകുന്നു. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവർ സന്തോഷത്തോടെ മടങ്ങി വരുന്നു.
അത് ഈ വരികളോട് ചേർത്ത് വായിക്കാം നമുക്ക്. ഗുരു പിതാവിൻ്റെയും വിദ്യാലയം കുടുംബത്തിൻ്റെയും തുടർച്ചയാകുന്നു. പിതാവ് മറ്റൊരു ഗുരുവായി മാറുന്നുണ്ടോ, അല്ലെങ്കിൽ മാതാവ് മറ്റൊരു ഗുരുവായി അവന് മാറുന്നുണ്ടോ, അവൻ്റെ കുടുംബം മറ്റൊരു വിദ്യാലയമായി മാറുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ സ്കൂള് കുടുംബമായി മാറുന്നു, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഗുരുക്കന്മാരായി മാറുന്നു. ക്ലാസ്സുകൾക്ക് സിലബസ് ആവശ്യമാണോ എന്നാരോ ചോദിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കെങ്ങനെ സിലബസ് പുറത്തു പോകാൻ കഴിയും? പഠിക്കുന്ന ഒരു ഗ്രന്ഥം പഠിക്കാനുള്ള മറ്റു ഗ്രന്ഥങ്ങൾക്കുള്ള പ്രേരണയാണ് എന്ന് നമ്മുടെ പഴമക്കാരും കരുതിയിരുന്നു. പാഠ്യപദ്ധതിയിൽ ഇല്ലാത്ത ഒരു ആശാൻ കവിത അറിയാതെ പഠിപ്പിച്ച അധ്യാപകനാണ് ഞങ്ങളുടെ സാഹിത്യ അഭിരുചിക്ക് രൂപം നൽകിയത്. ഇന്നൊരു സിലബസിൻ്റെ സോക്കോൾഡ് സിലബസിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നാണ് നമ്മുടെ പാഠ്യപദ്ധതികളുടെയും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെയും ഒക്കെ രീതി. പക്ഷേ എം.എൻ. വിജയൻ പറയുകയാണ്, ഒരു ആശാൻ കവിത അറിയാതെ അദ്ദേഹത്തിൻ്റെ മാഷ വരെ പഠിപ്പിച്ചപ്പോഴാണ് സാഹിത്യ അഭിരുചി അദ്ദേഹത്തിൽ വളർന്നതെന്ന്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് അതുതന്നെയാണ്. സിലബസിനുള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായം അങ്ങനെ ആവണമെന്ന്. പക്ഷേ അതല്ല, സിലബസിന് വെളിയിലേക്ക് വന്നുകൊണ്ട് നമുക്ക് കവിതകളെയും കഥകളെയും ഒക്കെ പഠിക്കാൻ സാധിക്കുമ്പോൾ അത് നമ്മുടെ ദിശാബോധത്തെയും ഭാവനയെയും വളർത്തുമെന്നാണ് അദ്ദേഹം പറയുക. അതുകൊണ്ട് സാഹിത്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അനുഭവങ്ങളുടെ ആവിഷ്കാരങ്ങൾ മാത്രമല്ല, അനുഭവങ്ങൾ തേടിയുള്ള യാത്രകളും. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ജീവിക്കാം. ഈ അനുഭവങ്ങളിലേക്കും ആവിഷ്കാരങ്ങളിലേക്കുമുള്ള യാത്ര, അത് അനുഭവം തേടിയും കൂടിയാകുമ്പോൾ സാഹിത്യ പഠനം പൂർണ്ണമാകുന്നു എന്നാണ് പറയുക. പലപ്പോഴും ഓരോ അനുഭവങ്ങളിലേക്കും ആവിഷ്കാരങ്ങളിലേക്കും നമ്മൾ പഠിക്കുന്നതൊന്നും നമുക്ക് എത്താൻ പറ്റുന്നില്ല. സാഹിത്യത്തിന് ഒരുപക്ഷെ എത്താൻ പറ്റിയേക്കാം. മറ്റു പല പഠനങ്ങൾ, സാഹിത്യത്തെ മാറ്റി നിർത്തിയാൽ മറ്റു പല പഠനങ്ങളും ഈ അനുഭവങ്ങളിലേക്കും ആവിഷ്കാരങ്ങളിലേക്കും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല അപജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് സംഭവിക്കുന്നത്. ഇപ്രകാരം അനുഭവങ്ങളിലേക്കും ആവിഷ്കാരങ്ങളിലേക്കും നീങ്ങുമ്പോൾ നമ്മുടെയൊക്കെ വിദ്യാഭ്യാസ നയങ്ങൾ, വിദ്യാഭ്യാസ രീതികൾ എത്ര മനോഹരമായിരിക്കും. ഈ പുസ്തകം അവസാനിക്കുന്നത് അധ്യാപകർക്കൊരു ഇമ്പോസിഷൻ എന്നുള്ളൊരു ലേഖനത്തോടു കൂടിയാണ്. അത് എഴുതിയിരിക്കുന്നത് സിവിക് ചന്ദ്രനാണ്. സിവിക് ചന്ദ്രൻ ഒരു കവിയാണ്, നാടകകൃത്താണ്, പ്രഭാഷകനാണ്, സാമൂഹിക നിരീക്ഷകൻ, അധ്യാപകനൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു ലേഖനമാണ് അധ്യാപകർക്കൊരു ഇമ്പോസിഷൻ. എനിക്ക് വായിച്ചതിൽ ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു അധ്യായം. ഒരു സമൂഹത്തിൻ്റെ ഭാവി അതിൻ്റെ ക്ലാസ് മുറികളിലാണ്, അധ്യാപകരിലാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. പലപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഒരു സമൂഹത്തെ, അല്ലെങ്കിൽ ഒരു മിടുക്കനെ മിടുക്കിയൊക്കെ വാർത്തെടുക്കുന്നത് ഒരു ക്ലാസ് മുറിയാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെട്ട ടീച്ചറൊക്കെ ആവാം. പക്ഷേ അത് സത്യമാണോ? ഈ ഇടപെടലുകളൊക്കെ എന്തുമാത്രം സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം യുവജനോത്സവങ്ങളിലെ ഏറ്റവും മികച്ച നർത്തകിയാവുകയില്ല, ഡോക്ടറാവുകയാണ്. ഏറ്റവും മികച്ച കവി, കഥാകൃത്ത്, ഗായകൻ, ചിത്രകാരൻ, പ്രഭാഷകൻ, നടൻ ഇവരാരും അതത് രംഗങ്ങളിൽ ഉപരിപഠനം നടത്തുകയല്ല, ഡോക്ടറോ എഞ്ചിനീയറോ ആവുകയാണ്. ഇങ്ങനെ നമ്മുടെ അധ്യാപകർ ക്ലാസ് മുറികളിലൂടെ രൂപപ്പെടുത്തുന്ന ഈ പ്രൊഫഷണലുകളും ശാസ്ത്രജ്ഞന്മാരും ബ്യൂറോക്രറ്റുകളും എത്രമാത്രം ക്രിയേറ്റീവാണ്? ഈ ചോദ്യത്തിനുള്ള മറുപടി ഇവർ അവരവരുടെ മേഖലകളിൽ ചെയ്ത സംഭാവനകൾ എന്ത് എന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടതാണ്. സത്യമല്ലേ അത്? നമ്മുടെ അധ്യാപകരെല്ലാം, നമ്മളൊരു നല്ല ചിത്രകാരനാണെങ്കിൽ, ഒരു നല്ല നർത്തകിയാണെങ്കിൽ, ഒരു കവിയാണെങ്കിൽ, ഒരു ചിത്രകാരനാണെങ്കിലൊക്കെ അതിനെ പ്രോത്സാഹിപ്പിക്കാതെ ഒരു ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനുമൊക്കെ ഒരു പരിധിവരെ നമ്മളെ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ദിശയിലേക്ക് തന്നെ നല്ലൊരു ചിത്രകാരനാക്കാൻ, നല്ലൊരു കവിയാക്കാൻ എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ ഒരു ചിന്തയിലാണ് ഒരു നല്ല സമൂഹത്തിൻ്റെ ഭാവി ക്ലാസ് മുറിയിൽ തുടങ്ങുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും മനോഹരമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ ക്ലാസ് മുറികളിൽ സംഭവിക്കുന്നത്. കുഞ്ഞുങ്ങളെപ്പോഴും മടിച്ചും മുടന്തിയും സ്കൂളിലേക്ക് എന്നിട്ട് ടാഗോർ പറയും. എന്നാൽ എല്ലായ്പ്പോഴും ആർത്തു വിളിച്ച് വീട്ടിലേക്ക് തിരിച്ച്. അണുകുടുംബങ്ങൾക്കുള്ള മുമ്പുള്ള വീടിനെക്കുറിച്ചായിരിക്കും ടാഗോർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ കടലിനും ചെകുത്താനും ഇടയിലാണ്. കുട്ടികൾ ഓരോരുത്തരും ചുണ്ടിൽ ഓടക്കുഴലും കാലിൽ ചിലങ്കയും വിരൽ തുമ്പിൽ വർണ്ണങ്ങളുമായി ജനിക്കുന്നു. ഇവരെ വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രമായി, പൊള്ള മനുഷ്യരായി മാറ്റുന്നത് ആരാ? നമ്മുടെ വീടുകളോ വിദ്യാഭ്യാസാലയങ്ങളോ? രക്ഷാകർത്താക്കളോ അധ്യാപകരോ? അതോ ഇരുവരും ചേർന്നോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പല കുട്ടികളെയും, പല മിടുക്കരെയും മിടുക്കികളെയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ ആ ഒരു ഭാവനയോ ആ ഒരു സർഗാത്മകതയോ ഒന്നും അവർക്കില്ലെങ്കിൽ പോലും നമ്മൾ നിശ്ചയിക്കുകയാണ്, ഇവനൊരു കവിയാകണം, ഇവനൊരു നടനാകണം,
ഇവളൊരു ഗായികയാവണം. അതൊരു പൊള്ളത്തരമല്ലേ എന്ന് സിവിക് ചന്ദ്രൻ ഇവിടെ ഉന്നയിക്കുകയാണ്. അത് നമ്മുടെ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും തെറ്റായ മാർഗമാണ്, വഴിയാണ് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അധ്യാപകരും ചില പരീക്ഷകൾ എഴുതണം. ക്ലാസ് മുറിയിലെയും ക്ലാസ് മുറിക്ക് പുറത്തെയും സാമൂഹിക പരാജയങ്ങൾക്ക് ഇമ്പോസിഷൻ എഴുതാൻ നമ്മുടെ അധ്യാപകർ ബാധ്യസ്ഥരാണ്. പ്ലേറ്റോ മുതൽ സിവിക് ചന്ദ്രൻ വരെ നിരവധി എഴുത്തുകാരുടെ വിദ്യാഭ്യാസ ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഓരോ വിദ്യാഭ്യാസ ചിന്തകളും ചിലപ്പോഴൊക്കെ വിപരീതങ്ങളായിട്ട് തോന്നാം. ചിലർ പറയുന്നു സ്കൂളിനകത്താണ് വിദ്യാഭ്യാസം, ചിലർ പറയുന്നു സമൂഹത്തിലാണ് വിദ്യാഭ്യാസം. ഇതിൻ്റെയൊക്കെ ഒരു മത്സരം നമുക്ക് ചിലപ്പോൾ പ്രകടമാകാം, അല്ലെങ്കിൽ പല ചിന്തകളുടെയും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു അനുഭവം, അല്ലെങ്കിൽ പലപ്പോഴും വിപരീതമായിട്ടുള്ള ഒരു വായന നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇന്ന് ഈ സാമൂഹിക ചുറ്റുപാടുകളിൽ നമുക്കൊന്ന് ക്രോഡീകരിച്ചെടുക്കുമ്പോൾ ഇവരുടെ എല്ലാ ചിന്തകളും നമുക്ക് അർത്ഥവത്തായി മാറുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറയെ വളർത്തിയെടുക്കാൻ, വാർത്തെടുക്കാൻ ഒരു നല്ല പ്രകാശം നൽകുന്നവയാണ്. ഇതിലെ ഓരോ ചിന്തകളും ഒരു ആത്മീയപരമായ ഘട്ടങ്ങളിലേക്കും കൂടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. വിവേകാനന്ദൻ പറയുന്ന ആത്മീയ ചിന്തകൾ, ഗാന്ധിജിയുടെ ചില നല്ല ചിന്തകളൊക്കെ ആത്മീയ ഉണർവിലേക്കാണ് കൊണ്ടുപോകുന്നത്. നല്ല ചിന്തകളിലൂടെ നല്ല വ്യക്തിത്വങ്ങളുടെ ഭാഗമാകാൻ നല്ല ആത്മീയ ചിന്തകളും കൂടി വിദ്യാഭ്യാസത്തിന് വേണമെന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം നമുക്കെല്ലാവർക്കുമുണ്ട്, വിദ്യാഭ്യാസ ചിന്തകൾ നമുക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ ആത്മീയതയുടെ ഒരു അതിപ്രസരം, ആത്മീയതയുടെ ഒരു നടവഴിയെ, പ്രകാശത്തിൻ്റെ വഴിയെ നടക്കുമ്പോഴാണ് നമ്മളെല്ലാവരും ഒരു നല്ല വ്യക്തിയായി മാറുന്നത്. നമ്മുടെ സ്വപ്നത്തിലേക്കുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള സങ്കല്പമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം. ഇതേ സമയം ഒരു ഭരണകൂടം അതിൻ്റെ സ്വപ്നത്തിലുള്ള സമൂഹത്തിനായി അവരുടെ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. സത്യമല്ല അത്? നമ്മുടെ സ്വപ്നമുണ്ട്, അതെങ്ങനെയായിരിക്കണം, ഒരു സമൂഹം എങ്ങനെയായിരിക്കണമെന്ന്. ഭരണകൂടത്തിനും ഒരു സ്വപ്നമുണ്ട്. ഈ ഭരണകൂടത്തിൻ്റെ സ്വപ്നത്തിനൊപ്പമാണ് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സമൂഹപരമായി നമ്മുടെ സ്വപ്നത്തിലേക്ക് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മാറുമ്പോഴാണ് ഒരു നല്ല വിദ്യാഭ്യാസത്തിന്, ഒരു നല്ല സ്കൂളിങ്ങിന് ഇവിടെ അനുഭവവേദ്യമായി മാറുന്നത്, അല്ലെങ്കിൽ വേദി ഒരുക്കപ്പെടുന്നത്. അങ്ങനെ ഒരു തലത്തിലേക്കുള്ള ഒരു വഴിയെ നമ്മുടെ മക്കളെ നമുക്ക് പറഞ്ഞു വിടാം. അത്തരത്തിലുള്ള സ്വപ്നങ്ങളിലേക്ക് ചേക്കേറാൻ നമുക്ക് സാധിക്കട്ടെ. ഈ പുസ്തകം അവസാനിക്കുന്നത് എബ്രാഹിം ലിങ്കൺ മകൻ പഠിക്കുന്ന സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർക്ക് അയച്ച ഒരു കത്ത് എഴുതിക്കൊണ്ടാണ്. ആ കത്ത് വായിച്ചുകൊണ്ട് ബുക്ക് ഷെൽഫിൻ്റെ ഈ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കാം. അവനെ പഠിപ്പിക്കുക, ഏതൊരു ശത്രുവിനുള്ളിലും ഒരു മിത്രമുണ്ട് എന്ന്. സമയമെടുത്തേക്കുമെന്ന് എനിക്കറിയാം, എങ്കിലും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അവനെ പഠിപ്പിക്കുക. കളഞ്ഞു കിട്ടുന്ന $5 വിലയുണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന $1 അവനെ പഠിപ്പിക്കുക, തോൽവികളെ അഭിമുഖീകരിക്കാൻ, വിജയങ്ങൾ ആസ്വദിക്കാനും. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അസൂയ എന്ന വികാരത്തിൽ നിന്നും അവനെ അകറ്റി നിർത്തുക. അവനെ പഠിപ്പിക്കുക പ്രശാന്തമായ ചിരിയുടെ രഹസ്യം. തന്നേക്കാൾ ദുർബലരായവരെ പേടിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് മെരുക്കാൻ ഏറ്റവും എളുപ്പമെന്ന് മനസ്സിലാക്കാൻ അവന് അവസരമുണ്ടാക്കുക. അവനെ പഠിപ്പിക്കുക പുസ്തകങ്ങളുടെ അത്ഭുത ലോകത്തെപ്പറ്റി, ഒപ്പം പക്ഷികളും പ്രാണികളും പൂവുകളുമൊക്കെ അടങ്ങിയ പ്രപഞ്ചത്തിൻ്റെ നിതാന്ത വിസ്മയത്തെക്കുറിച്ച് ചിന്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുക. അവനെ പഠിപ്പിക്കുക നേരല്ലാത്ത വഴികളിലൂടെയുള്ള വിജയങ്ങളെക്കാൾ തോൽവിയാണ് കൂടുതൽ ആദരിക്കപ്പെടുക എന്ന്. അവനെ പഠിപ്പിക്കുക ദുഃഖിതനായിരിക്കുമ്പോഴും എങ്ങനെ ചിരിക്കണമെന്ന്, കണ്ണീരിൽ ഒട്ടും ലജ്ജ തോന്നണ്ടെന്ന്. അവനെ പഠിപ്പിക്കുക സ്വന്തം കരുത്തും ബുദ്ധിയും ഏറ്റവും മികച്ച ആവശ്യക്കാർക്കായി മാത്രം പ്രയോജനപ്പെടുത്താൻ, ഒപ്പം ഹൃദയത്തിനും മനസ്സാക്ഷിക്കും ഒരിക്കലും വില പറയാതിരിക്കാനും. അവനെ പഠിപ്പിക്കുക അവനവനിൽ എപ്പോഴും ഉന്നതമായ വിശ്വാസമുണ്ടായിരിക്കാൻ, എങ്കിൽ മാത്രമേ അവന് മനുഷ്യ സമൂഹത്തിൽ വിശ്വാസമുണ്ടായിരിക്കുകയുള്ളൂ. ഇതൊരു ഭാരിച്ച ചുമതലയാണ്, എങ്കിലും താങ്കൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നോക്കുക. എൻ്റെ മകൻ അവനൊരു കൊച്ചുമിടുക്കനാണ്.